അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരുണ്ട്, ആവശ്യങ്ങളുള്ളവരാണല്ലേ? പല പല കാരണത്താൽ വിഷമിക്കുന്നവരുണ്ട്, പ്രയാസം അനുഭവപ്പെടുന്നവരുണ്ട്, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. പലതരത്തിലും പല കാരണത്താൽ വിഷമിക്കുന്നവരാണ് നമ്മളിൽപ്പെട്ട പലരും, ഇല്ലേ? അതെല്ലാം മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു സൂറത്ത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നിർത്തി അള്ളാഹുവിനെ ഉറച്ച് ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് ഓതാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും, പ്രയാസങ്ങളും, പ്രതിസന്ധികളും എല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല നീ പോലും അറിയാത്ത വഴിയിലൂടെ തട്ടിക്കളയുന്നതാണ്. അതുകൊണ്ട് തന്നെ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക, മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്കപ്പോൾ വീഡിയോയിലിട്ട് പോകാം. നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളാണല്ലേ? മക്കയിലെത്തണം, മദീനയിൽ പോകണം എന്നൊക്കെ, ഇല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഈ പറയാൻ പോകുന്ന ഈ ഒരു സൂറത്ത് മദീനയിൽ വെച്ച് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സഹാബികളോട് പറയുകയാണ്, ഒരു സൂറത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സൂറത്തിൽ നമ്മൾ മുറുകെ പിടിക്കുകയാണ് എങ്കിൽ, നമ്മുടെ മനസ്സിലുള്ള ആവശ്യങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിക്കുകയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അത് ഒരിക്കലും തട്ടിക്കളയുകയില്ല. ആത്മാർത്ഥമായിട്ടുള്ള കാര്യമാണ് എങ്കിൽ നമുക്ക് മക്കയിൽ പോകണം, മദീനയിൽ പോകണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലേ? ഹജ്ജും ഉംറയും ചെയ്യണം. അതിന് ഒരു മാർഗവുമില്ല. എന്താണെന്ന്, എങ്ങനെയാണെന്ന് ഒന്നും അറിയില്ല. എങ്ങനെ അവിടെ എത്തിച്ചേരും എന്നൊന്നും അറിയില്ല. കയ്യിലാണെങ്കിൽ പൈസയില്ല. അതിനെല്ലാം നിങ്ങൾ ഈ ഒരു സൂറത്ത് ഓതിയിട്ട് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഒരു വട്ടം പോയവര്, മക്കയില് മദീനയില് ഒരു പ്രാവശ്യം പോയവര് വീണ്ടും പോകാൻ കൊതിക്കുകയാണ്. പോകാത്തവരോ ഒരു വട്ടമെങ്കിൽ ഒന്ന് പോയാൽ മതി എന്ന് പറഞ്ഞ് ആഗ്രഹം പറയുകയാണ്. അതുകൊണ്ട് ഒരുപാട് ഫലം കിട്ടിയ ഒരു സൂറത്താണിത്, സൂറത്തുൽ ഫത്തഹ്. ഈ ഒരു സൂറത്ത് മുറുക്കെ പിടിക്കുക. ഇനി എന്താവശ്യമായിക്കോട്ടെ, ഹജ്ജ് ഉംറയും ചെയ്യണോ, മക്കളുടെ വിദ്യാഭ്യാസ, പഠനം, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അസുഖകരമായിട്ടുള്ള കാര്യങ്ങൾ, എന്ത് കാര്യങ്ങളായിക്കോട്ടെ, അത് എല്ലാം ഈ ഒരു സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മൾ പോലും അറിയാതെ അതൊന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നീക്കിക്കളയുന്നതാണ്. പിന്നീട് ഒരു കാര്യം, ഇതൊരു ദൃഢമായ വിശ്വാസത്തോട് കൂടി ചെയ്യുക. ഞാൻ ഇത് ചൊല്ലിയാൽ, ഈ ഒരു സൂറത്ത് ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല എൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം നിറവേറ്റി തരും എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസത്തോട് കൂടി ചെയ്യുക. അല്ലാതെ ചെയ്തു നോക്കാം, അവർ പറഞ്ഞതല്ലേ, കിട്ടിയാൽ കിട്ടട്ടെ, അങ്ങനല്ല. ഇൻഷാ അല്ലാഹ് മനസ്സ് നിർത്തി ഇത് ചെയ്താൽ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല എൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം നിറവേറ്റി തരും എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസത്തോട് കൂടി തന്നെ ഓതുക. പിന്നീട് ഇത് ചെല്ലുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആലയോട് ഏറ്റു പറയുക. പാപമോചനത്തിന് തേടുക. അറിയാതെ ചെയ്തു പോയ തെറ്റുകളാണ് എന്ന് ഏറ്റു പറയുക. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിന്റെ ദുആയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഉത്തരം നൽകും. നമസ്കാരങ്ങൾ ഒരു വഖത്ത് പോലും നമസ്കാരങ്ങൾ കളാക്കാൻ പാടില്ല. ആത്മാർത്ഥമായിട്ട് ഓതുക. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും എല്ലാത്തിനും ഉള്ള വഴി അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പക്കൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവനെ മുറുകെ പിടിക്കുക. അവന് സന്തോഷം വരുന്ന കാര്യങ്ങൾ ചെയ്യുക. സ്വലാത്തുകൾ ചൊല്ലുക, ദിക്റുകൾ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല ഒരിക്കൽ നമുക്ക് നടത്തിത്തരും. നമ്മൾ എല്ലാവരും ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ഇൻഷാ അല്ലാഹ് പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.